എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് രാജ്യമൊട്ടുക്കുമുള്ള തൊഴിലുറപ്പ് അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 20 രൂപയ്ക്ക് മുകളിലുള്ള വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ജീവിത ചിലവുകളെല്ലാം അതുപോലെ തന്നെ അടിസ്ഥാന ചിലവുകളും വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലി അപര്യാപ്തമാണെന്ന് സർക്കാരിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർലമെൻ്ററി സ്ഥിരം സമിതിയൊക്കെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പ്രതിദിനം വേതനം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം വെച്ചിട്ടുള്ളത്. 2025 തന്നെ നിയമം പ്രാബല്യത്തിൽ വരും. തുക വർധനവും ഉണ്ടായിരിക്കും. അടുത്തതായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ അനുവദിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അതിനായി 1225 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നും സംസ്ഥാനം കടമെടുത്തിരിക്കുന്നു. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ആയി എത്തിച്ചേരുന്നതാണ്. വിതരണം ക്രിസ്മസിന് മുമ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറേ കാലമായി മുടങ്ങിക്കിടന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ 1600 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.